ഫോർത്ത് സെമസ്റ്റർ കോംപ്ലിമെന്ററി പേപ്പറിലെ മൊഡ്യൂൾ 4 കുറച്ച് പാർട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട്. പാർട്ട് 1 ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പോളർ ഫോർമുല ഫോർ ദി ഫോറിയർ സീരീസ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity a n cos n x plus b n sin n x on minus pi to pi വരെയാണ്. ഇനി വേർ എ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 pi integral minus pi to pi f of x dx. ഇനി an എന്ന് പറഞ്ഞാൽ 1/pi integral minus pi to pi f of x cos nx dx. n എന്നാണ് 1 2 3 4 etc. ഇനി bn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/pi integral minus pi to f of x sin nx dx n equal to 1 2 3 4 etc. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഇതിന്റെ ലെങ്ത് അറിഞ്ഞിരിക്കണം അല്ലെ. ഇതിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക അല്ലെ? നമ്മൾ ഒരു ക്ലോസ് ഇന്റർവൽ എ കോമ ബിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബി മൈനസ് എ ആണ്. എന്താവും? ബി മൈനസ് എ ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിന്റെ ലെങ്ത് കിട്ടും. ഇനി ഇവിടെ ഏതാ വരുന്നത്? ലെങ്ത് മൈനസ് പൈ കോമ പൈ ആണ്. ഇതിന്റെ ലെങ്ത് അളക്കുമ്പോൾ എന്താവും? പൈ മൈനസ് മൈനസ് പൈ വരും. എത്രയായി? മൈനസ് മൈനസ് ആണ് പ്ലസ് പൈ ഈക്വൽ ടു 2π. അപ്പോൾ തന്ന ക്വസ്റ്റിന്റെ ലെങ്ത് 2π ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കാം. പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫോറിയർ സീരീസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഓൺ മൈനസ് പൈ കോമ പൈ. നമുക്കറിയാം ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? 2π തന്നെയാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും ഇതിന്റെ ലെങ്ത് 2π എന്ന് തന്നിട്ടുണ്ടാവും. അപ്പൊ പ്രശ്നമല്ല, അപ്പൊ ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം. നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഇതിന്റെ അകത്തുനിന്ന് എ നോട്ടിന്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. എ നോട്ടിന്റെ ഇക്വേഷൻ എന്താണ്? 1/2π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എന്താണ്? എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് അല്ലെ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. അതെന്താ? 1/2π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എന്താവും? എക്സ് ഡി എക്സ്. ഇനി 1/2π ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് പൈ ടു പൈ ആണ്. ഇനി ഫസ്റ്റ് ഞാൻ 1/2 ഔട്ട് സൈഡ് എടുത്തു. 1/2 പൈ ഇൻറ്റു 1/2 എക്സ് സ്ക്വയർ മൈനസ് പൈ ടു പൈ. എന്നിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ ഇവിടെ 2 × 2 4 ആയി 4π. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും? പൈ സ്ക്വയർ മൈനസ് മൈനസ് പൈ സ്ക്വയർ വരും ഈക്വൽ ടു 1/4π പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ആകുമ്പോൾ പൈ സ്ക്വയർ തന്നെയാണ്. അപ്പൊ എന്താ? ഈ ടേം 0 ആയി പോയി ഈക്വൽ ടു 1/4π ഇൻറ്റു 0 ഈക്വൽ ടു 0. അപ്പൊ എ നോട്ടിന്റെ വാല്യൂ എന്തായി? 0 കിട്ടി. അടുത്ത ഏതാണ്? എ എൻ കണ്ടുപിടിക്കുക. എ എൻ ഈക്വൽ ടു 1/π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു എന്താണ്? കോസ് എൻ എക്സ് ഡി എക്സ്. ഇവിടെ അറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ ഈക്വൽ ടു 1/π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എക്സ് ആക്കി എടുക്കുക, എന്നിട്ട് ഇന്റഗ്രൽ. ഇപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്? ഇന്റഗ്രൽ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എൻ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എൻ എക്സ് ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി കോസിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? സൈൻ എൻ എക്സ്. ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ താഴെ n വരും ബൈ n മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി എക്സിന്റെ ഡിഫറൻസിയേഷൻ 1 ആണ്. കോസ് എൻ എക്സിന്റെ ഇന്റഗ്രേഷൻ സൈൻ എൻ എക്സ് ബൈ എൻ ഡി എക്സ്. ഇനി ഈക്വൽ ടു ഞാൻ എക്സ് സൈൻ എക്സ് ഒരുമിച്ച് എഴുതി ഡിവൈഡഡ് ബൈ n. ഇനി ഇവിടെ n ഔട്ട് സൈഡ് എടുത്തു. 1/n ഇന്റഗ്രൽ സൈൻ എൻ എക്സ് ഡി എക്സ്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ? എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് 1/n. സൈൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ആണ്. ഇനി അത് ഈ എന്നിനെയും ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ പ്ലസ് cos
nx by n square. ഇനി എന്ത് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. അപ്പം മൈനസ് പൈ ടു പൈ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ആണ്. ഇനി ഫസ്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് പൈ ടു പൈ പ്ലസ് അടുത്ത് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ മൈനസ് പൈ ടു പൈ. ഇവിടെ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, പൈ ഇൻറ്റു സൈൻ എൻ പൈ മൈനസ് പൈ. ഇനി അല്ലേ, ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അപ്പം മൈനസ് പൈ ഇൻറ്റു സൈൻ എൻ ഓഫ് മൈനസ് പൈ ഓൾ ഡിവൈഡഡ് ബൈ എൻ. ഇനി പ്ലസ് ഇവിടെ കൊടുക്കുമ്പോൾ കോസ് എൻ പൈ മൈനസ് കോസ് എൻ മൈനസ് പൈ ഓൾ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ഒരു കാര്യം അറിഞ്ഞിരിക്കുക, എന്താണ് കോസ് എൻ പൈ എന്താണ് -1 ഓൾ റൈസ് ടു n ആണ്. ഇനി സൈൻ എൻ പൈ എന്തായിരിക്കും, ആൾവേസ് 0 ആയിരിക്കും. ഇനി സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. അതേപോലെ കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് ഇവിടെ സൈൻ ഓഫ് എൻ ഓഫ് മൈനസ് പൈ ഉണ്ട്, അപ്പോൾ എന്താ മൈനസ് പുറത്തോട്ട് വരും. ഇനി ഇവിടെയോ കോസ് ഓഫ് എൻ ഓഫ് മൈനസ് പൈ ആണെങ്കിൽ പുറത്തോട്ട് മൈനസ് വരില്ല, പ്ലസ് ആവും. കാരണം സൈന് ഓഡ് ഫംഗ്ഷനും കോസ് ഈവൺ ഫംഗ്ഷനും കൂടിയാണ്. അപ്പോൾ എങ്ങനെ വരും, ഈക്വൽ ടു പൈ സൈൻ എൻ പൈ, ഈ മൈനസും പ്ലസ് ആയി. പിന്നെ ഇവിടുത്തെ ഒരു മൈനസ് ഉണ്ട് അല്ലേ, അത് ഞാൻ പിന്നെ ഇതിനെ പ്ലസ് പൈ ഇൻറ്റു ഇതിന് മാറ്റി എഴുതുമ്പോൾ മൈനസ് സൈൻ എൻ പൈ ഓൾ ഡിവൈഡഡ് ബൈ എൻ. ഇനി പ്ലസ് എന്തുവരും, കോസ് എൻ പൈ, ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ അല്ല മൈനസ് പുറത്ത് വരുമ്പോൾ മൈനസ് അല്ല പ്ലസ് തന്നെയാണ് വരുന്നത്. അപ്പം മൈനസ് കോസ് എൻ പൈ ഓൾ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. അപ്പോൾ ഒരേ ടേം ആണ്, ഇത് രണ്ട് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എന്താ ഇത് മൊത്തം എന്തായി 0 ആയി. 0 ബൈ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഗുണിക്കുക അല്ലെ, പൈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, പൈ സൈൻ എൻ പൈ മൈനസ് പൈ സൈൻ എൻ പൈ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് എന്തായി കോസ് എൻ പൈ മൈനസ് കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ അല്ലേ. ഈ ടേം സബ്ട്രാക്ട് ചെയ്ത് 0 ആയി, ഈ ടേം സബ്ട്രാക്ട് ചെയ്ത് 0 ആയി. അപ്പോൾ ടോട്ടൽ എന്തായി 0 ആയി. അപ്പോൾ എന്റെ വാല്യൂ എന്തായി 0 കിട്ടി. അടുത്തെന്താ ബി എൻ ഈക്വൽ ടു 1 ബൈ പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയാം എന്താണ്, എക്സ് ആണ്. അപ്പൊ മാറ്റി എഴുതുമ്പോൾ കണ്ടാവും ഈക്വൽ ടു 1 ബൈ പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ വീണ്ടും ഇന്റഗ്രേഷന്റെ പ്രൊഡക്റ്റ് റൂൾ ആയി വരുന്നത്. അപ്പോൾ എക്സ് എന്തായി ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കുക. അപ്പൊ ഇന്റഗ്രൽ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്തെങ്കിലും എക്സ് ഇൻറ്റു ഇന്റഗ്രൽ സൈൻ എൻ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇന്റഗ്രൽ സൈൻ എൻ എക്സ് ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി എക്സ് ഇന്റഗ്രേഷൻ സൈൻ എക്സിന്റെ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് ഇന്റഗ്രൽ ഡി എക്സിന്റെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ഡി എക്സ്. ഇനി ഒരുമിച്ച് ചെയ്ത് മൈനസ് എക്സ് കോസ് എൻ എക്സ് ബൈ എൻ, ഈ മൈനസ് മൈനസും പുറത്ത് പോകുമ്പോൾ പ്ലസ് ആയി 1 ബൈ എൻ ഇന്റഗ്രൽ കോസ് എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് കോസ് എൻ എക്സ് ബൈ എൻ പ്ലസ് 1 ബൈ എൻ ഇൻറ്റു ഇന്റഗ്രൽ കോസ് എൻ എക്സ് അറിയുമ്പോൾ സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ എൻ സ്ക്വയർ. അപ്പോൾ മൈനസ് എക്സ് കോസ് എൻ എക്സ് ബൈ എൻ പ്ലസ് 1 ബൈ എൻ സ്ക്വയർ സൈൻ എൻ എക്സ് ആയി. നമ്മൾ എന്തായിരുന്നു തുടങ്ങിയത്, ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് ആണ്. ഇനി ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്നിനെ ഔട്ട് സൈഡ് എടുക്കുകയാണ്, ഇതിന് മൈനസും അപ്ലൈ ചെയ്യാം. അപ്പോൾ -1 ബൈ എൻ ഔട്ട് സൈഡ് എടുത്തിട്ടാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് മൈനസ് പൈ ടു പൈ പ്ലസ് 1 ബൈ എൻ സ്ക്വയർ
സൈൻ എൻ എക്സ് മൈനസ് പൈ ടു പൈ. കാരണം അല്ലെങ്കിൽ മൈനസ് ആകെ ഡൗട്ട് വരും, കുറേ മൈനസ് വരും. അപ്പം അതിന് അങ്ങനെ സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റിയത്. ഇനി ഈക്വൽ ടു -1/n. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് പൈ കോസ് എൻ പൈ മൈനസ്, ഇനി ഈ മൈനസ് പൈ എക്സിൽ കൊടുക്കുമ്പോൾ മൈനസ് പൈ, ഇനി കോസ് എൻ മൈനസ് പൈ വരും. ഇനി പ്ലസ് 1/n². അപ്പർ ലിമിറ്റ് പൈ ചെയ്യുമ്പോൾ സൈൻ എൻ പൈ മൈനസ് സൈൻ എൻ മൈനസ് പൈ വരും. ഇനി നമുക്ക് റിസൾട്ട് അറിയാം എന്താണ്, കോസ് മൈനസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോസ് എൻ പൈ ആണ്. അതേപോലെ സൈൻ മൈനസ് ഓഫ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ എൻ പൈ ആണ്. അത് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ, ഈക്വൽ ടു -1/n പൈ ഇൻറ്റു കോസ് എൻ പൈ, ഈ മൈനസും മൈനസും പ്ലസ് ആയി, പ്ലസ് പൈ ഇവിടെ എന്താവും കോസ് എൻ പൈ പ്ലസ് 1/n² സൈൻ എൻ പൈ, ഈ മൈനസ് ഇങ്ങോട്ട് വന്നാൽ മൈനസ് മൈനസ് സൈൻ എൻ പൈ. ഇനി ഈക്വൽ ടു -1/n, ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ 2π കോസ് എൻ പൈ പ്ലസ് 1/n² ഇൻറ്റു സൈൻ എൻ പൈ പ്ലസ് സൈൻ എൻ പൈ ഈക്വൽ ടു -1/n ഇൻറ്റു 2π കോസ് എൻ പൈ പ്ലസ് 1/n² ഇൻറ്റു 2 സൈൻ എൻ പൈ. നമുക്ക് റിസൾട്ട് അറിയാം, കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1/n ആണെന്നും സൈൻ എൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പം എന്താവും, -1/n ഇൻറ്റു 2π ഇൻറ്റു -1/n പ്ലസ് 1/n² ഇൻറ്റു 2 ഇൻറ്റു സൈൻ എൻ പൈ, അത് 0 ആണ്. അപ്പം എന്ത് വരും, -2π -1/n/n ആയി വരും അല്ലേ. ഇത് ഈ ടേം മൊത്തം 0 ആയി. നമുക്കറിയാം ഇവിടെ എന്ത് ചെയ്യുന്നു, bn ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -π ടു π എന്ത് ചെയ്യുന്നു, f ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് ആയിരുന്നു. നമ്മുടെ എക്സ് അല്ല 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π ടു π എന്തായാലും എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കണ്ടെത്തിയത് എന്താണ്, ഇതാണ് -2π -1/n/n. അത് അപ്ലൈ ചെയ്യാം. 1/π ഇൻറ്റു -2π -1/n/n. അപ്പോൾ ഇവിടെ പൈ വെട്ടിപ്പോയി, അപ്പോൾ -2/n -1/n. ഇതാണ് bnന്റെ വാല്യൂ. ഇവിടെ an എന്താണ്, 0 ആണ് അല്ലേ, a0ഉം 0 ആണ്. a0ന്റെ വാല്യൂ 0, a-ന്റെ വാല്യൂ 0 ആണ്. ഈ bnന്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്, -2/n -1/n അല്ലേ. n-ന്റെ വാല്യൂ 1 2 3 എക്സെട്ര. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഫോറിയർ സീരീസിലേക്ക് അപ്ലൈ ചെയ്യാം. ഫോറിയർ സീരീസ് എന്തായിരുന്നു, f ഓഫ് എക്സ് ഈക്വൽ ടു a0 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്ത് ചെയ്തു, an കോസ് എൻ എക്സ് പ്ലസ് bn സൈൻ എൻ എക്സ്. ഇനി വാല്യൂ a0ന്റെ വാല്യൂ 0 ആണ്, പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി a-ന്റെ വാല്യൂ 0 ഇൻറ്റു കോസ് എൻ എക്സ് പ്ലസ് bnന്റെ വാല്യൂ -2/n -1/n സൈൻ എൻ എക്സ്. അപ്പോൾ ബാക്കി ആരേ ഉണ്ടാവുള്ളൂ, ഈ ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -2/n -1/n സൈൻ എൻ എക്സ്. ഇവിടെ നിർത്തിയാലും മതി. ഇനി വേണമെങ്കിൽ n-ന് 1 കൊടുക്കാം, 2 കൊടുക്കാം, അങ്ങനെ ചെയ്താലും പറ്റും. ഫോറിയർ സീരീസ് f of x equal to x on -π to π reduce that π/4 equal to 1 -1/3 plus 1/5 -1/7 etc. ഇവിടെ ശ്രദ്ധിക്കുന്ന ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഒരു എക്സ്ട്രാ വന്നത് എന്താണ് അല്ലെ, റെഡ്യൂസ് ദി π/4 ഈക്വൽ ടു 1. ഈ ടേം മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളൂ. അപ്പൊ ആദ്യം ചെയ്ത പോലെ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ഫസ്റ്റ് a0 കണ്ടുപിടിക്കുക
അതിനുശേഷം എന്ത് ചെയ്യുക, an കണ്ടുപിടിക്കുക, പിന്നെ bn കണ്ടുപിടിക്കുക, പിന്നെ f ഓഫ് x എന്ന ഫോറിയർ സീരീസിന്റെ എക്സ്പാൻഷൻ എഴുതി വെക്കുക. നമുക്കറിയാം a0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, 0 ആയിരുന്നു അല്ലെ, an-ഉം 0 ആയിരുന്നു. ഇനി bn എന്തായിരുന്നു, -2/n -1 all raised to n. n-ന്റെ വാല്യൂ 1 2 3 എക്സെട്ര. ഇനി f ഓഫ് x നമ്മൾ കണ്ടെത്തിയിരുന്നു തൊട്ട് മുമ്പത്തെ പ്രോബ്ലം. എന്തായിരുന്നു, സമ്മേഷൻ n = 1 to infinity -2/n -1 all raised to n sin nx. എന്നിട്ട് ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇതിനെ എക്സ്പാൻഷൻ ചെയ്യണം. അതെന്ത് ചെയ്യുക, n-ന് 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക. അപ്പോൾ എന്താവും, n-ന് 1 കൊടുത്താൽ എന്താവും, -2/1 -1 all raised to 1 sin x. ഇനി പ്ലസ്, ഇനി -2/, n-ന് 2 ആയി, ഇനി -1 all raised to സ്ക്വയർ sin 2x ആയി. ഇനി n-ന് 3 കൊടുക്കുമ്പോൾ -2/3 -1 all raised to ക്യൂബ് sin 3x. ഇനി അടുത്ത് sin n-ന് 4 കൊടുക്കുമ്പോൾ -2/4 എന്താവും, -1 all raised to 4 sin 4x. ഇനി അടുത്തൊരു ടേം കൂടി കൊടുക്കാം, -2/5 -1 all raised to 5 sin 5x അല്ലെ, പ്ലസ് എക്സെട്ര. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ f ഓഫ് x ഈക്വൽ ടു ആണ് ഇത്. നമ്മുടെ f ഓഫ് x എന്തായിരിക്കും അല്ലെ, x ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം, x ഈക്വൽ ടു അല്ലെ, ചെറുതാക്കുമ്പോൾ -2/1 അല്ലെ, -1 all raised to 1 എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു sin x പ്ലസ് -2/2 ഇൻറ്റു -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു sin 2x പ്ലസ് -2/3 ഇൻറ്റു -1 അല്ലെ, -1 ഇൻറ്റു sin 3x. കാരണം -1 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. ഇനി പ്ലസ് -2/4 ഇൻറ്റു -1 ഹോൾ റേസ്റ്റ് 4 എന്നാണ് +1 ഇൻറ്റു sin 4x പ്ലസ് -2/5 ഇൻറ്റു -1 ഹോൾ റേസ്റ്റ് 5 എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു എന്താണ് sin 5x പ്ലസ് എക്സെട്ര. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, -1 ഹോൾ റേസ്റ്റ് n ആണെങ്കിൽ, n ഓഡ് ആണെങ്കിൽ എന്താവും, വാല്യൂ -1ഉം, n ഈവൺ ആണെങ്കിൽ വാല്യൂ +1 ആവും. അല്ലാതെ ഇവിടെ -1 അല്ല, 1 എന്ന് പറഞ്ഞാൽ ഓടാണ്, -1 ആയി. ഇവിടെ n-ന്റെ സ്ഥാനത്ത് 2 ആണ്, ദാറ്റ് ഈസ് ഈവൺ 1 ആയി അല്ലെ. ഇവിടെ ഓടാണ്, -1-ന്റെ അല്ല 3 ഓടായതുകൊണ്ട് -1. ഇനി എന്ത് ചെയ്യുക, ഇനി ചെറുതാക്കാം. അപ്പോൾ നാം x ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അപ്പോൾ 2 sin x. ഇനി മൈനസ് ഇതിൽ 2 വെട്ടിപ്പോയി, ബാക്കി എന്താ മൈനസ് sin 2x ആയി. ഇനി മൈനസ് മൈനസ് പ്ലസ് ആയി, 2/3 sin 3x. ഇത് രണ്ടും ചെറുതാക്കി കഴിഞ്ഞാൽ -1/2 sin 4x. ഇനി പ്ലസ് 2/5 sin 5x പ്ലസ് എക്സെട്ര. ഇനി എത്ര എത്തി, നമ്മൾ കിട്ടിയ ആൻസർ എങ്ങനെ പറഞ്ഞിരുന്ന പോലെ ക്വസ്റ്റ്യനിൽ π/4 എന്ന രീതിയിലാണ് വന്നത് അല്ലെ. ക്വസ്റ്റ്യൻ നോക്കുക, എന്താണ് π/4 എന്ന രീതിയിലാണ്. ഞാൻ ഇവിടെ ഒരു എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്, π/2 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. x ഈക്വൽ ടു π/2. അപ്പോൾ എന്താ വരും ഇക്വേഷന്, എക്സിന് സ്ഥാനത്ത് π/2 വരും. അപ്പോൾ π/2 ഈക്വൽ ടു 2 ഇൻറ്റു sin π/2 മൈനസ് sin 2 ഇൻറ്റു π/2 പ്ലസ് 2/3 ഇൻറ്റു sin 3π/2 minus 1/2 into sin 4 into π/2 plus 2/5 sin 5π/2 plus etc. 2 into sin π/2 minus ഈ 2 2 വെട്ടിപ്പോയപ്പോൾ sin pi ആയി. ഇനി പ്ലസ് 2/3 sin 3π/2 ഈ മൈനസ് ഈ 4ഉം ഈ 2 വെട്ടിക്കഴിഞ്ഞാൽ 1/2 sin 2π പ്ലസ് 2/5 sin 5/2 പ്ലസ് എക്സെട്ര. ഓക്കെ, നമുക്കറിയാം സൈൻ എൻ പൈ ആൾവേസ് 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയി പോയി, ഈ ടേമും 0 ആയി പോയി. അപ്പോൾ ബാക്കി എന്തുണ്ടാവുള്ളൂ, ഈക്വൽ ടു 2 π/2 പ്ലസ് 2/3 സൈൻ
3π/2 പ്ലസ് എന്താവും 2/5 sin 5π/2 പ്ലസ് എക്സെട്ര. ഇത്രയും ടേം വന്നു. sin π/2 എത്രയാണ് വാല്യൂ? 1 ആണ്. ഇനി sin 3π/2 കാരണം 270 നോക്കിയാൽ മതി, എത്രയാണ്? -1. ഇനി sin 5π/2 450 വാല്യൂ 1. കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഇതാണ് π/2 ഈക്വൽ ടു 2 × 1 പ്ലസ് 2/3 × -1 അല്ലെ. sin 3π/2 ഇവിടെ വരുന്നത് -1 പ്ലസ് 2/5 × 1 പ്ലസ് എക്സെട്ര. അപ്പൊ എന്താവും? 2 - 2/3 പ്ലസ് 2/5 എക്സെട്ര. എല്ലാത്തിലും 2 ഉണ്ടല്ലോ, അത് ഔട്ട് സൈഡ് എടുക്കുക. 2 × 1 - 1/3 1 പ്ലസ് 5 അല്ല 1/5 പ്ലസ് എക്സെട്ര. ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്താവും? 1/2 × π/2 വരും ഈക്വൽ ടു 1 - 1/3 1/5 എക്സെട്ര. അപ്പൊ എന്തായി? 1/4. ഇത് 2 ആണ്. 1π/4 ഈക്വൽ ടു 1 - 1/3 പ്ലസ് 1/5 എക്സെട്ര. അപ്പൊ തെളിയിക്കാൻ പറഞ്ഞല്ലോ, കിട്ടിയല്ലോ. ഫൈൻഡ് ദി ഫോറിയർ സീരീസ് f of x ഈക്വൽ ടു x on 0,2π. അപ്പൊ ആദ്യം ഇതിന്റെ ഇന്റർവെൽ നോക്കാം. എത്ര ലെങ്ത്? ഇന്റർവെൽ ലെങ്ത് എന്താണ്? 2π - 0 എത്രയാണ്? 2π ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതായിരുന്നു? a0 കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/2π ഇന്റഗ്രൽ -π to π f of x dx ആയിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എങ്ങനെ നടക്കുന്നത് അല്ലെ? ഈ ഇന്റർവെൽ ആകുമ്പോഴാണ് നമ്മൾ ഉപയോഗിച്ച ലിമിറ്റ് പറയുന്നത് -π മുതൽ π വരെ, -π മുതൽ π വരെയാണ്. പക്ഷെ ഇവിടുത്തെ ലെങ്ത് എങ്ങനെയാണ്? 0 മുതൽ 2π ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, a0 ഈക്വൽ ടു 1/2π ഇന്റഗ്രൽ 0 to 2π ആണ് ഇവിടെ ലിമിറ്റ് വരിക. ശ്രദ്ധിക്കുക എങ്ങനെ വന്നത്? ഇവിടുത്തെ ലിമിറ്റ് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇതിന് മുമ്പത്തൊക്കെ എങ്ങനെയായിരുന്നു? -π to π ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ -π മുതൽ π വരെ എഴുതിയത്. ഇവിടെ ഏത് ലിമിറ്റ്? 0 മുതൽ 2π ആണ്. ഇവിടെ f of x dx ആണ്. നമുക്ക് f of x അറിയാം. എത്ര തന്നിരിക്കണേ? x ആണ്. അപ്പോൾ 1/2π × ഇന്റഗ്രൽ 0 to 2π x dx. ഇനി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? x²/2 വരും. അപ്പോൾ 0 മുതൽ 2π വരെ. ഇനി ഈ 2നെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്തായി? 1/2π × 1/2 എന്ത് വരും? x² 0 to 2π. ഈ 2 കൊണ്ട് ഈ 2 ഗുണിച്ച് കഴിഞ്ഞാൽ 1/4π വരും. x² 0 to 2π. ഇനി അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 1/4π എന്താണ്? 2π ഹോൾ സ്ക്വയർ മൈനസ് 0² വരും അല്ലെ, ഈക്വൽ ടു 1/4π. ഇനി 2π ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4π². 0 സ്ക്വയർ 0 ആണ്. അപ്പൊ എന്തായി? 1/4π × 4π². ഈ 4ഉം ക്യാൻസൽ ചെയ്യും. പിന്നെ ഒരു പൈയും ഇവിടുത്തെ ഒരു പൈയും വെട്ടിപ്പോയാൽ ആൻസർ എന്തായി? പൈ കിട്ടും. അപ്പൊ a0ന്റെ വാല്യൂ എന്തായി? പൈ എന്ന് കിട്ടി. an ഈക്വൽ ടു 1/π ഇന്റഗ്രൽ 0 to 2π f of x cos nx dx. ഇവിടെ f of x എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോൾ ഇന്റഗ്രൽ 0 to 2π എടുക്കാനുള്ള ക്വസ്റ്റ്യനിൽ ലിമിറ്റ് തന്നിട്ട് 0 മുതൽ 2π വരെയാണ്. അതുകൊണ്ടാണ് ഇവിടെ എടുത്തത്. 1/π ഇന്റഗ്രൽ 0 to 2π x × cos nx dx അല്ലെ. f of x എന്ന് പറഞ്ഞാൽ x ആണ്. നമുക്കറിയാം, ഇതിന് മുമ്പത്തെ പ്രോബ്ലം ചെയ്തിരുന്നു. x × cos nx ന്റെ ഡിഫറൻറ്റ് ഇന്റഗ്രേഷൻ നമ്മൾ ചെയ്തിരുന്നു. എന്താ കിട്ടിയിരുന്നത്? x × sin nx/n പ്ലസ് cos nx/n² ആണ്. ഇനി അത് ഇതിലേക്ക് ഇട്ടു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 0 to 2π എന്ത് വരും? x × cos nx dx ഈക്വൽ ടു അല്ലെ x × sin nx/n 0 to 2π പ്ലസ് cos nx/n
n square 0 to 2 pi. ഇനി 1/n ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? x ഇൻറ്റു സൈൻ എൻ എക്സ് 0 to 2 pi. ഇവിടെ 1/n സ്ക്വയർ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? cos nx 0 to 2 pi. ഇനി ഈക്വൽ ടു 1/n അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 pi സൈൻ 2n pi മൈനസ് 0 ഇൻറ്റു ലോവർ ലിമിറ്റ് 0 ആണ്, 0 ഇൻറ്റു സൈൻ n ഇൻറ്റു 0 പ്ലസ് ഇനി 1/n സ്ക്വയർ ഇൻറ്റു കോസ് 2n pi. ഞാൻ ഇതിനിടയിലാണ് n ഇട്ടത്. 2n pi മൈനസ് കോസ് n ഇൻറ്റു 0. എന്ത് ചെയ്യാം? ഇതിനെ മാറ്റി എഴുതുമ്പോൾ അങ്ങനെ കിട്ടും ഈക്വൽ ടു 1/n 2 pi ഇൻറ്റു സൈൻ 2n pi. ഇനി 0 ഇൻറ്റു സൈൻ അല്ല 0 കൊണ്ട് ഏത് മൾട്ടിപ്പിൾ ചെയ്താലും എന്താണ് വരിക? 0 ആണ്. ഇനി പ്ലസ് 1/n സ്ക്വയർ കോസ് 2n pi പിന്നെ എന്താണ്? n ഇൻറ്റു 0 0 ആണ്, അപ്പോൾ കോസ് 0 വരും. ഇനി ഈക്വൽ ടു 1/n 2 pi സൈൻ 2n pi വരും അവിടെ അല്ലേ? മൈനസ് 0 ചെയ്താൽ അതിന് പ്ലസ് 1/n സ്ക്വയർ കോസ് 2n pi കോസ് 0 എന്താണ്? 1 ആണ്, അപ്പോൾ മൈനസ് 1 വരും. ഇനി നമുക്ക് റിസൾട്ട് അറിയാം. സൈൻ n pi എന്ന് പറഞ്ഞാൽ 0 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ 2n പൈയും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? ഒരു 2 കൊണ്ട് ഗുണിച്ചു എന്നുള്ളൂ. അപ്പോൾ എന്തായി? ഈ ടേം എന്തായി കിട്ടി? 0 കിട്ടി. ഈ ടേം എന്താന്ന് നോക്കാം. ഈ കോസ് n പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ഹോൾ റൈസ് ടു n ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് 2n പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? -1 ഹോൾ റൈസ് ടു 2n അല്ലെ? ഈ 2 മുന്നോട്ട് പോയി. ഈ n-ന് 1 കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് വരും? -1 ഹോൾ റൈസ് ടു 2 ഇൻറ്റു 1 എന്തായി? -1 ഹോൾ സ്ക്വയർ. അത് എത്രയാണ്? 1 ആണ്. ഇനി n-ന് 2 കൊടുത്താലോ? -1 ഹോൾ റൈസ് ടു 2 ഇൻറ്റു 2 അപ്പോൾ എന്താ? -1 ഹോൾ റൈസ് ടു 4 ഈക്വൽ ടു 1 അല്ലെ? അപ്പം ഇനി 3 കൊടുത്താലും എന്താ? 2 ഇൻറ്റു 3 6 ആണ്. അപ്പോൾ അത് ഈവൺ നമ്പർ ആണ്. അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ നമ്പറും എന്തായി? ഈവൺ നമ്പേഴ്സ് ആയി മാറും. അപ്പോൾ ഈവൺ നമ്പർ ആകുമ്പോൾ -1 ഹോൾ റൈസ് ടു ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ വരിക? 1 ആണ്. അപ്പോൾ എങ്ങനെ വരും? 1/n എന്ത് വരും? 2 pi ഇൻറ്റു 0 പ്ലസ് ഇനി 1/n സ്ക്വയർ ഇൻറ്റു കോസ് 2n pi എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 ഇതെന്തായി? 0 പ്ലസ് 0 എന്തായി? കഴിഞ്ഞിട്ടില്ല. നമ്മൾ എന്താ ഇവിടെ എത്തിയിട്ടുള്ളൂ അല്ലേ? ഇന്റഗ്രൽ 0 to 2 pi എന്താണ്? x ഇൻറ്റു കോസ് nx dx എന്ന് പറഞ്ഞ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ an ഈക്വൽ ടു എന്താണ്? 1/pi ഇന്റഗ്രൽ 0 to 2 pi x ഇൻറ്റു കോസ് nx dx ആണ്. അപ്പോൾ ഇന്റഗ്രേഷൻ വാല്യൂ 0 ആയതുകൊണ്ട് 1/pi ഇൻറ്റു 0 ഈക്വൽ ടു 0. അപ്പോൾ a-ന്റെ വാല്യൂ എന്തായി? 0 ആയി. അടുത്ത bn ഈക്വൽ ടു 1/pi ഇന്റഗ്രൽ 0 to 2 pi f of x ഇൻറ്റു സൈൻ nx dx. നമുക്കറിയാം ഇവിടെ f of x എന്ന് പറഞ്ഞത് എന്താണ്? x ആണ്. അപ്പോൾ എന്ത് വരും? ഈക്വൽ ടു 1/pi ഇന്റഗ്രൽ 0 to 2 pi x ഇൻറ്റു സൈൻ nx dx. നമുക്കറിയാം ഇന്റഗ്രൽ x ഇൻറ്റു സൈൻ nx dx അല്ല? തൊട്ടുമുമ്പത്തെ പ്രോബ്ലം ചെയ്തതായിരുന്നു. എന്തിൻ്റെ റിസൾട്ട്? -x ഇൻറ്റു കോസ് nx ബൈ n പ്ലസ് 1/n സ്ക്വയർ സൈൻ nx. എന്ത് ചെയ്യുക? അതിൻ്റെ ലിമിറ്റ് അപ്ലൈ. അപ്പോൾ 0 to 2 pi x ഇൻറ്റു സൈൻ nx dx ഈക്വൽ ടു ഇനി ഞാൻ ഇതിൽ n ഉണ്ട് മൈനസ് ഉണ്ട് ഔട്ട് സൈഡ് എടുത്തു. -1/n x ഇൻറ്റു കോസ് nx 0 to 2 pi പ്ലസ് 1/n സ്ക്വയർ സൈൻ nx 0 to 2 pi ഈക്വൽ ടു -1/n അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ
2π. എക്സിൻ്റെ സ്ഥാനത്ത് 2π കൊടുക്കുക. cos 2nπ മൈനസ് 0 ഇൻറ്റു cos n ഇൻറ്റു 0 പ്ലസ് 1/n². അപ്പർ ലിമിറ്റ് നോക്കുമ്പോൾ sin 2nπ മൈനസ് sin n ഇൻറ്റു 0 ഈക്വൽ ടു 1/n മൈനസ് 1/n 2π cos 2nπ മൈനസ് 0 ഇൻറ്റു സംതിങ് 0 തന്നെയാണ് പ്ലസ് 1/n² sin 2nπ ഇനി അവിടെ ഗുണിച്ചു കഴിഞ്ഞാൽ sin 0 ഈക്വൽ ടു മൈനസ് 1/n ഇവിടെ വരും 2π cos 2nπ പ്ലസ് 1/n² ഇവിടെ വരും sin 2nπ sin 0 0 ആണ് ഈക്വൽ ടു മൈനസ് 1/n 2π cos 2nπ പ്ലസ് 1/n² sin 2nπ. നമുക്കറിയാം sin nπ എന്ന് പറഞ്ഞാൽ 0 ആണ്. അങ്ങനെയാണെങ്കിൽ sin 2nπയും എന്താണ് 0 ആണ്. പിന്നെ cos nπ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/n ആണ്. അങ്ങനെയാണെങ്കിൽ cos 2nπ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് -1/2n ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1ഉം ഇതിൻ്റെ വാല്യൂ 0 വരിക. അപ്പോൾ ഈക്വൽ ടു -1/n ഇൻറ്റു 2π ഇൻറ്റു 1 പ്ലസ് 1/n² ഇൻറ്റു 0. അപ്പോൾ എന്തായി -2π/n വരും. അപ്പോൾ bn ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ 0 to 2π f of x sin nx dx ഈക്വൽ ടു ഇതിൻ്റെ മൊത്തം വാല്യൂ എന്താണ് 1/π ഇൻറ്റു എന്താണ് -2π/n. അപ്പോൾ ഇവിടുത്തെ ഒരു പൈയും ഈ പൈയും വെട്ടിക്കഴിഞ്ഞാൽ ആൻസർ -2/n ഇട്ട്. ഇനി എന്ത് ചെയ്യാം ഫോറിയർ സീരീസിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് ഫോറിയർ സീരീസ് ഇക്വേഷൻ? f of x ഈക്വൽ ടു a0 പ്ലസ് summation n equal to 1 to infinity an cos nx plus bn sin nx. ഇനി a0ൻ്റെ വാല്യൂ എന്തായിരുന്നു? പൈ ആയിരുന്നു. പ്ലസ് സമ്മേഷൻ 1 to infinity. ഇനി an-ൻ്റെ വാല്യൂ എന്തായിരുന്നു? 0 ആണ്. 0 ഇൻറ്റു cos nx. bn-ൻ്റെ വാല്യൂ തൊട്ടുമ്പോൾ കണ്ടെത്തി -2/n sin nx. ചെറുതാക്കി കഴിഞ്ഞാൽ പൈ പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity -2/n sin nx. ഈ -2n ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ പൈ -2 സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity sin nx/n. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോറിയർ സീരീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫോറിയർ സീരീസ് f of x equal to x if -π/2 less than x, π/2, π minus x if π/2 less than x, 3π/2. ഇവിടെ നോക്കാം, ഇത് ഏതാണ്? ഇതിൻ്റെ ലെങ്ത് നോക്കണം. എവിടെ മുതൽ തുടങ്ങണേ? -π/2 മുതൽ തുടങ്ങി 3π/2 വരെയാണ് ഇത് കിടക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 3π/2 മൈനസ് π/2. അപ്പോൾ എന്താവും? 3π/2 പ്ലസ് π/2. അപ്പോൾ എന്താവും? 4π/2. അപ്പോൾ 2π. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2π ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന് നിങ്ങൾ a0 കണ്ടുപിടിക്കണം. a0 പറയുമ്പോൾ 1/2π ഇൻ്റഗ്രൽ ഇവിടെ തുടങ്ങണേ -π/2 മുതലാണ് തുടങ്ങിയിട്ട് 3π/2 വരെയാണ് f of x dx. ഇനി ഈ ഇൻ്റഗ്രേഷനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ? ഈക്വൽ ടു 1/2π -π/2 മുതൽ പ്ലസ് π/2 വരെ f of x dx പ്ലസ് ഇൻ്റഗ്രൽ π/2 to 3π/2 f of x dx. എന്ത് ചെയ്യാം? ഫസ്റ്റ് ഈ ലിമിറ്റ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ -π/2 to +π/2
എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ വരുന്നത്? -π/2 മുതൽ +π/2. എഫ് ഓഫ് എക്സ് ഏതാണ്? എക്സ് ആണ്. ഡി എക്സ്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x²/2 വരും. അപ്പം -π/2 ടു +π/2. ഇനി വാല്യൂ കൊടുക്കുമ്പോൾ 1/2 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ x² -π/2 ടു +π/2. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരും? π/2 ഹോൾ സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -π/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/2 π/4 അല്ലെ? π²/4. ഇവിടെ എന്താവും? -π²/4 അല്ലെ? രണ്ടും ഒരേ നമ്പർ ആയതുകൊണ്ട് 1/2 ഇൻറ്റു 0 ഈക്വൽ ടു 0. ഇനി അടുത്ത ടേം ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ഇൻ്റഗ്രൽ π/2 ഇൻറ്റു 3π/2 വരെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ π/2 3π/2 അല്ല, എഫ് ഓഫ് എക്സ് ഇവിടെ പറയുന്നത് എന്താണ്? π-x dx ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇവിടെ π-x ആണ്. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? സ്പ്ലിറ്റ് വേണമെങ്കിൽ നടത്താം. എങ്ങനെയും ഇൻ്റഗ്രൽ π/2 ടു 3π/2 അല്ലെ? ഫസ്റ്റ് π dx മൈനസ് ഇൻ്റഗ്രൽ π/2 ടു 3π/2 x dx. ഇനി ഈക്വൽ ടു എന്ത് വരും? പൈ ഔട്ട് സൈഡ് എടുക്കുക. എന്താവും? π/2 ടു 3π/2 dx മൈനസ് ഇൻ്റഗ്രൽ π/2 ടു 3π/2 x dx. ഇനി ഇൻ്റഗ്രേഷൻ കൊടുക്കുമ്പോൾ എന്താവും? അപ്പോൾ ഇവിടെ അല്ല എക്സ്. അപ്പോൾ π/2 ടു 3π/2 മൈനസ് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 അപ്പോൾ എന്തായി? 3π/2 വരെ വരും. ഇനി ഈ 1/2 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്താവും? പൈ ഇൻറ്റു ഫസ്റ്റ് ഇത് എത്തിയത് x⁻π/2 ടു 3π/2 മൈനസ് 1/2 ഇൻറ്റു x²π/2 3π/2. ഇനി ഈക്വൽ ടു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 3π/2 മൈനസ് π/2. അടുത്ത 1/2. ഇനി 3π/2 ഹോൾ സ്ക്വയർ മൈനസ് π/2 ഹോൾ സ്ക്വയർ. ഇനി ഈക്വൽ ടു പൈ ഇൻറ്റു അല്ലേ? 3π എന്നൊരു പൈ സബ്ട്രാക്ട് ചെയ്താൽ 2π/2 ആയി. ഇനി -1/2 ഇത് അല്ലേ? 3² 9 π²/4 മൈനസ് π²/4 ഈക്വൽ ടു പൈ ഇൻറ്റു 2 വെട്ടിപ്പോയാൽ പൈ കിട്ടി മൈനസ് 1/2. 9 π² നിന്ന് 1 π² സബ്ട്രാക്ട് ചെയ്താൽ 8 π²/4 ഈക്വൽ ടു ഇവിടെ എന്തായി? π² ആയി മൈനസ് 1/2 ഇൻറ്റു ഈ 4 നെഗറ്റീവായി 2 ആയി. അപ്പോൾ 2π². ഈ 2 ഇൻറ്റു വെട്ടിപ്പോയി. ബാക്കി എന്തായി? π² മൈനസ് π² ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടി? a0 ഈക്വൽ ടു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ π/2 ടു 3π/2 അല്ല മൈനസ് π/2 ടു 3π/2 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1/2π പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈനസ് π/2 ടു π/2 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് π/2 ടു 3π/2 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1/2π ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ വാല്യൂ 0 ആണ് പ്ലസ് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ വാല്യൂ 0 ആണ്. അപ്പോൾ എന്തായി? 1/2π ഇൻറ്റു 0 ഈക്വൽ ടു എന്തായി? 0 ആയി. ഇനി അടുത്തേതാണ് നമ്മൾ പറഞ്ഞത് an കണ്ടുപിടിക്കാം. an ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -π/2 ടു 3π/2 എഫ് ഓഫ് എക്സ് ഇൻറ്റു cos nx dx ഈക്വൽ ടു 1/π. സ്പ്ലിറ്റ് ചെയ്യുക ഇൻ്റഗ്രേഷനെ. ഇൻ്റഗ്രൽ -π/2 ടു π/2 എഫ് ഓഫ് എക്സ് cos nx
dx plus integral pi by 2 to 3 pi by 2 f of x cos nx dx. ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണാം. ആദ്യം എന്തെടുക്കുകയാണ്? ഇന്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നമുക്കറിയാം എന്താണ്? എക്സ് ആണ്. പൈ ബൈ 2 എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. നമുക്കറിയാം ഇന്റഗ്രൽ എന്താണ്? എക്സ് കോസ് എൻ എക്സ് ഡി എക്സിന്റെ വാല്യൂ അറിയാം അല്ലെ? നമ്മൾ കുറെ മുമ്പ് ചെയ്ത് തുടങ്ങിയതാണ് അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യനൊക്കെ തന്നെയായിരുന്നു ചെയ്തത്. അതെന്തായിരുന്നു ഇക്വേഷന് കിട്ടിയത്? എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. എന്ത് ചെയ്യുക? ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. അപ്പോൾ എന്താവും? ലിമിറ്റ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2. ഇനി എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് കൊടുക്കുക, അതുപോലെ ലോവർ ലിമിറ്റ്. അപ്പോൾ ഞാൻ ആദ്യം 1/n ഔട്ട് സൈഡ് എടുത്തു, എന്നിട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താവും? എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ 2 മൈ ഇൻറ്റു സൈൻ എൻ പൈ ബൈ 2 ഈ മൈനസ് ഓഫ് എന്ത് വരും? പൈ ബൈ 2. ഈ മൈനസ് ഈ പൈ ബൈ 2ൻ്റെ മൈനസ് ആണ്. ഇനി ഇൻറ്റു സൈൻ എൻ മൈനസ് പൈ ബൈ 2 പ്ലസ് അടുത്ത് ഈ 1/n സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ബാക്കി എന്ത് വരും? കോസ് എൻ പൈ ബൈ 2 മൈനസ് കോസ് എൻ മൈനസ് പൈ ബൈ 2. ഇനി ഇവിടെ നോക്കുക, ഈക്വൽ ടു 1/n പൈ ബൈ 2 സൈൻ എൻ പൈ ബൈ 2. ഇവിടെ മൈനസും മൈനസും പ്ലസ് ആയി, പിന്നെ അപ്പോൾ പ്ലസ് പൈ ബൈ 2. ഇതാ സൈൻ ഓഫ് അല്ലെ? സൈൻ ഓഫ് മൈനസ് പൈ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ പൈ ആണ്. ഇവിടെ എന്താ ഒരു മൈനസ് വരും, മൈനസ് സൈൻ എൻ പൈ ബൈ 2 വരും പ്ലസ് 1/n സ്ക്വയർ കോസ് എൻ പൈ ബൈ 2. ഇത് കോസ് ഈവൻ ഫംഗ്ഷൻ ആണ്, അതേ ഫംഗ്ഷൻ തന്നെയാണ്. കോസ് എൻ പൈ ബൈ 2 ഈക്വൽ ടു 1/n പൈ ബൈ 2 സൈൻ എൻ പൈ ബൈ 2 അല്ലെ? മൈനസ് ഉണ്ട്, അപ്പൊ മൈനസ് പൈ ബൈ 2 സൈൻ എൻ പൈ ബൈ 2. ഇനി അടുത്ത് 1/n സ്ക്വയർ കോസ് എൻ പൈ ബൈ 2 മൈനസ് കോസ് എൻ പൈ ബൈ 2 ഈക്വൽ ടു എന്തായി? 1/n അല്ലെ? ഇത് പ്ലസ് മൈനസ് ആണ്, 0 ആയി. പ്ലസ് 1/n സ്ക്വയർ ഇതെന്തായി? പ്ലസും മൈനസ് ആണ്, എന്തായി? അതും സെപ്പറേറ്റ് ചെയ്താൽ 0 കിട്ടി. അപ്പോൾ ഇത് മൊത്തം എന്ത് കിട്ടി? 0 കിട്ടി. ഇനി അടുത്തത് ഇന്റഗ്രൽ എന്താണ്? പൈ ബൈ 2 ടു 3 പൈ ബൈ 2 എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതാണ് പൈ മൈനസ് എക്സ് ആണ്. അപ്പോൾ പൈ ബൈ 2 പൈ മൈനസ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. അപ്പം അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇൻ്റഗ്രൽ പൈ ബൈ 2 എന്തേലും 3 പൈ ബൈ 2 പൈ ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് പ്ലസ് മൈനസ് ഇൻ്റഗ്രൽ പൈ ബൈ 2 3 പൈ ബൈ 2 എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് അല്ലേ? അപ്പോൾ ഇതിലെ പൈന് ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ പൈ ബൈ 2 3 പൈ ബൈ 2 എന്താവും? കോസ് എൻ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ പൈ ബൈ 2 3 പൈ ബൈ 2 എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? സൈൻ എൻ എക്സ് ബൈ എൻ. ലിമിറ്റ് പൈ ബൈ 2 ടു 3 പൈ ബൈ 2. ഇനി അടുത്ത് നമുക്കറിയാം എന്താണ് അല്ലെ? ഇൻ്റഗ്രൽ
അല്ലെ, പൈ ബൈ ടു മുതൽ 3π/2 എന്താണ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ആണ് അല്ലെ. അപ്പോൾ അതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യാണ്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സിന് ഇൻ്റഗ്രേഷൻ എന്താണ് വരുന്നത്? എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആണ്. അത് ഇവിടെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും? ഇതിന് മുകളിലത്തത് ഇൻ്റഗ്രൽ പൈ ബൈ ടു ടു 3π/2 അല്ലെ, എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് വാല്യൂ വരുമ്പോൾ പൈ ഇൻറ്റു അല്ലെ സൈൻ എൻ എക്സ് ബൈ എൻ π/2 ടു 3π/2. എന്നിട്ട് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഓഫ് എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ π/2 ടു 3π/2. ഈ മൈനസ് അല്ല അങ്ങോട്ട് കുടിക്കുമ്പോൾ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ എന്തായി π/2 ടു 3π/2. ആദ്യം അതിന് എന്നിന് ഔട്ട്സൈഡ് എടുക്കുക. എന്താ π/n എന്താവും? സൈൻ എൻ എക്സ് π/2 ടു 3π/2. ഞാൻ അടുത്തത് എന്നിന് ഔട്ട്സൈഡ് 1/n ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഇൻറ്റു π/2 ടു 3π/2. അടുത്തത് എൻ സ്ക്വയറിന് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്താവും? കോസ് എൻ എക്സ് ഇൻറ്റു π/2 ടു 3π/2. ഇനി വാല്യൂസ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? സൈൻ 3n/2 മൈനസ് ലോവർ ലിമിറ്റ് സൈൻ n/2. ഇനി അടുത്ത ലിമിറ്റ് എടുക്കുമ്പോൾ 1/n 3π/2 ഇൻറ്റു സൈൻ 3n/2 മൈനസ് π/2 ഇൻറ്റു സൈൻ n/2 പ്ലസ് 1/n സ്ക്വയർ കോസ് 3n/2 മൈനസ് കോസ് n/2. ഇവിടെ സൈൻ 3n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ n/2 ആണ്. ഇപ്പം രണ്ടും തുല്യമാണെന്ന് പറയുന്നത്. അതേപോലെ കോസ് 3n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? കോസ് n/2 ഈക്വൽ ആണ്. അപ്പൊ ഇതിനെങ്ങനെ മാറ്റി എഴുതാം നമുക്ക്? അല്ലെ, മൈനസ് സൈൻ n/2 ആക്കി മാറ്റി എഴുതാം. ഇനി ഇവിടെയും അല്ലെ സൈൻ 3n/2 പറയുമ്പോൾ മൈനസ് സൈൻ n/2 ആക്കി മാറ്റി എഴുതാം. ഇനി ഇതിനെങ്ങനെ എഴുതാം? കോസ് 3n/2 കോസ് n/2 ആക്കി മാറ്റി എഴുതാം. ഈക്വൽ ടു π/n മൈനസ് സൈൻ n/2 മൈനസ് സൈൻ n/2. ഇനി രണ്ടാമത്തിൽ മാറ്റിയത് 1/n അല്ലെ 3π/2 ഇൻറ്റു മൈനസ് സൈൻ n/2 മൈനസ് π/2 സൈൻ n/2. ഇനി പ്ലസ് 1/n സ്ക്വയർ ഇൻറ്റു കോസ് n/2 മൈനസ് കോസ് n/2. ഇവിടെ രണ്ടും ക്യാൻസൽ ആയി പോകും. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? π/n ഇൻറ്റു മൈനസ് 2 ഇൻറ്റു സൈൻ n/2 ഈ മൈനസ് 1/n ഇൻറ്റു അല്ലെ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായി? അല്ലെ 3π/2 പ്ലസ് π/2 ഈക്വൽ ടു 4π/2 പറഞ്ഞാൽ 2π. അപ്പോൾ 2π ഇൻറ്റു അല്ല ഒരു മൈനസ് ഉണ്ടാവും, മൈനസ് 2π ഇൻറ്റു സൈൻ n/2 പ്ലസ് 1/n സ്ക്വയർ ഇൻറ്റു 0 ഈക്വൽ ടു മൈനസ് 2π/n സൈൻ n/2. ഇവിടെ മൈനസും മൈനസും പ്ലസ് ആയി 2π/n സൈൻ n/2 അല്ലെ പ്ലസും മൈനസും വാല്യൂ എന്തായി? 0 ആയി.
ഇനി അങ്ങനെ അപ്പോൾ അവസാനമായിട്ട് എന്ത് ചെയ്താൽ നമുക്ക് an equal to 1 by pi integral minus pi by 2 to 3 pi by 2 f of x into cos nx dx equal to 1 by pi minus pi by 2 to pi by 2 f of x into cos nx dx plus integral pi by 2 to 3 pi by 2 f of x cos nx dx. അപ്പോൾ ഈ രണ്ടിൻ്റെയും വാല്യൂ എന്താണ്? ഇതിൻ്റെയും വാല്യൂ കണ്ടെത്തിയപ്പോൾ 0 കിട്ടി, ഇപ്പോൾ മുമ്പ് കണ്ടെത്തിയാലും അതിൻ്റെയും വാല്യൂ 0 കിട്ടി. അപ്പോൾ ഈക്വൽ ടു 1 by pi ഇൻറ്റു 0 ഈക്വൽ ടു 0. അപ്പോൾ എൻ്റെയും വാല്യൂ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അടുത്ത bn ഈക്വൽ ടു 1 by pi integral minus pi by 2 to 3 pi by 2 f of x into sin nx dx. എന്ത് ചെയ്യുക? അല്ല, ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുക. മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 f of x into sin nx dx plus integral pi by 2 to 3 pi by 2 f of x sin nx dx. ആദ്യം ഈ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 f of x sin nx dx. ഇവിടെ f of xൻ്റെ വാല്യൂ എന്താണ്? x ആണ്. അപ്പോൾ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 x ഇൻറ്റു സൈൻ nx dx. നമുക്കറിയാം അല്ല, എക്സ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു സൈൻ nxൻ്റെ വാല്യൂ അറിയാം. എന്തായിരുന്നു വാല്യൂ? മൈനസ് എക്സ് കോസ് nx ബൈ n പ്ലസ് 1 ബൈ n സ്ക്വയർ ഇൻറ്റു സൈൻ nx ആയിരുന്നു. ഇതിന് എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പം മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2. അതേപോലെ ഇവിടെ n ബൈ 2 n ബൈ n 1 ബൈ n സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, പുറത്ത് എടുത്താൽ മതി. മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2. ഇവിടെ മൈനസ് 1ഉം ബൈ എന്നും പുറത്ത് എഴുതിയിട്ട് ശേഷം എന്ത് ചെയ്യുക? പുറത്തേക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? അപ്പോൾ ഞാൻ ആദ്യം മൈനസ് 1 ബൈ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് മൈനസ് പൈ ബൈ 2 ടു പൈ പ്ലസ് പൈ ബൈ 2 പ്ലസ് 1 ബൈ എൻ സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2. ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? പൈ ബൈ 2 കോസ് എൻ പൈ ബൈ 2 മൈനസ് പിന്നെ എക്സിന് ഒരു മൈനസ് പൈ ബൈ 2 ഇൻറ്റു കോസ് എൻ ഇൻറ്റു മൈനസ് പൈ ബൈ 2 പ്ലസ് 1 ബൈ എൻ സ്ക്വയർ സൈൻ എൻ പൈ ബൈ 2 മൈനസ് സൈൻ എൻ ഓഫ് മൈനസ് പൈ ബൈ 2. നമുക്കറിയാം കോസ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ആണ്. അതേ സ്ഥാനത്ത് സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ അല്ല പ്ലസ് തന്നെ വരിക, പക്ഷെ ഇവിടെ നെഗറ്റീവ് പുറത്തോട്ട് ഇവിടെ പ്ലസ് ആയി മാറും. അപ്പോൾ ഈക്വൽ ടു മൈനസ് 1 ബൈ എൻ പൈ ബൈ 2 കോസ് എൻ പൈ ബൈ 2 ഈ മൈനസ് മൈനസ് പ്ലസ് ആയി പൈ ബൈ 2 കോസ് എൻ പൈ ബൈ 2 ഇനി പ്ലസ് 1 ബൈ എൻ സ്ക്വയർ സൈൻ എൻ പൈ ബൈ 2 പ്ലസ് സൈൻ എൻ പൈ ബൈ 2. ഇനി ഇവിടെ നോക്കുക, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 1 ബൈ എൻ പൈ അല്ലെ, ഹാഫ് പ്ലസ് ഹാഫ് എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ പൈ കോസ് എൻ പൈ ബൈ 2 പ്ലസ് 1 ബൈ എൻ സ്ക്വയർ ഇൻറ്റു 2 സൈൻ എൻ പൈ ബൈ 2. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 എഫ് ഓഫ് എക്സ് സൈൻ എക്സ് കിട്ടി. ഇൻ്റഗ്രൽ പൈ ബൈ 2 ടു 3 പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. നമുക്കറിയാം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ പൈ മൈനസ് എക്സ് ആണ്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാം. പൈ ബൈ 2 ടു 3 പൈ ബൈ 2 പൈ മൈനസ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്
ഇനി ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രൽ പൈ ബൈ 2 ടു 3 പൈ ബൈ 2 പൈ ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ പൈ ബൈ 2 ടു 3 പൈ ബൈ 2 എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. ഇനി ഇവിടെ പൈ കോൺസ്റ്റൻ്റ് ഔട്ട് സൈഡ് എടുത്തു. പൈ ബൈ 2 ടു 3 പൈ ബൈ 2 സൈൻ എൻ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ പൈ ബൈ 2 ടു 3 പൈ ബൈ 2 എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. നമുക്കറിയാം എക്സ് ഇൻറ്റു സൈൻ എക്സ് അല്ല, എക്സ് ഇൻറ്റു സൈൻ എൻ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം. ഡയറക്റ്റ് ലിമിറ്റാണ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താവും? സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ഇൻ്റഗ്രൽ പൈ ബൈ 2 ടു 3 പൈ ബൈ 2 മൈനസ് ഇനി ഇതിന് ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ബൈ എൻ അല്ലേ, അപ്പോൾ ഇത് പ്ലസ് പൈ ബൈ 2 ടു 3 പൈ ബൈ 2. ഇനി ഈ മൈനസ് ഇങ്ങോട്ട് മൈനസ് തന്നെ വരും. അതായത് 1 ബൈ എൻ സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് പൈ ബൈ 2 ടു 3 പൈ ബൈ 2. ഇവിടെ എൻ ഉണ്ട്, അത് ഔട്ട് സൈഡ് അടിക്കുക. അപ്പോൾ എന്താ? മൈനസ് പൈ ബൈ എൻ കോസ് എൻ എക്സ് പൈ ബൈ 2 ടു 3 പൈ ബൈ 2. ഇവിടെ എന്നിൻ്റെ പുറത്തേക്ക് അടിക്കുമ്പോൾ ഒരു മൈനസും പ്ലസ് ആയി. എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് പൈ ബൈ 2 ടു 3 പൈ ബൈ 2 മൈനസ് 1 ബൈ എൻ സ്ക്വയർ സൈൻ എൻ എക്സ് പൈ ബൈ 2 ടു 3 പൈ ബൈ 2. ഇനി എന്ത് ചെയ്യാം? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 കോസ് 3n പൈ ബൈ 2 മൈനസ് കോസ് n പൈ ബൈ 2 ഈ പ്ലസ് 1 ബൈ n ഇൻറ്റു 3 പൈ ബൈ 2 കോസ് 3n പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 കോസ് n പൈ ബൈ 2 ഇനി മൈനസ് 1 ബൈ n സ്ക്വയർ ഇൻറ്റു സൈൻ 3n പൈ ബൈ 2 മൈനസ് സൈൻ n പൈ ബൈ 2. നമുക്ക് അറിയാവുന്ന റിസൾട്ടുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോൾ കോസ് 3n പൈ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോസ് n പൈ ബൈ 2 തുല്യമാണ്. അതേപോലെ സൈൻ 3n പൈ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൈനസ് സൈൻ n പൈ ബൈ 2. അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ എന്താവും? ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 ഇൻറ്റു കോസ് n പൈ ബൈ 2 മൈനസ് കോസ് n പൈ ബൈ 2 പ്ലസ് 1 ബൈ n 3 പൈ ബൈ 2 കോസ് n പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 കോസ് n പൈ ബൈ 2 മൈനസ് 1 ബൈ n സ്ക്വയർ ഇൻറ്റു സൈൻ ആകുമ്പോൾ മൈനസ് സൈൻ n പൈ ബൈ 2 മൈനസ് സൈൻ n പൈ ബൈ 2. ഇനി ചെറുതാക്കുക. അപ്പോൾ എന്താവും? ഈക്വൽ ടു എന്ത് വരും? മൈനസ് പൈ ബൈ n ഇൻറ്റു അവിടെ ചെറുതാക്കുമ്പോൾ എന്താവും? 0 അല്ല, കണ്ട് ക്യാൻസൽ ആയി. പ്ലസ് 1 ബൈ n. ഇവിടെ നോക്കുക, എന്താണ്? 3 പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 ആണ്. സബ്ട്രാക്ട് ചെയ്യും എന്താവും? 2 പൈ ബൈ 2 ഈക്വൽ ടു പൈ കിട്ടും. അപ്പോൾ പൈ ഇൻറ്റു കോസ് n പൈ ബൈ 2 മൈനസ് 1 ബൈ n സ്ക്വയർ ഇൻറ്റു മൈനസ് 2 ഇൻറ്റു സൈൻ n പൈ ബൈ 2. ഈ ടേം 0 ആയിപ്പോയി. അപ്പോൾ 1 പൈ ബൈ n കോസ് n പൈ ബൈ 2 മൈനസ് പ്ലസ് 2 ബൈ n സ്ക്വയർ ഇൻറ്റു സൈൻ n പൈ ബൈ 2 കിട്ടും. bn ഈക്വൽ ടു 1 ബൈ പൈ ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 3 പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. ഇതിനെങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്? 1 ബൈ പൈ അല്ലേ.
integral minus pi by 2 to pi by 2 f of x into sin nx dx plus integral pi by 2 to 3 pi by 2 f of x sin nx dx. ഇനി ഓരോന്നിൻ്റെയും വാല്യൂ എടുത്തേത്. അപ്പോൾ എന്താ ഈക്വൽ ടു 1 by pi ഇനി minus pi by n cos n pi by 2 plus 2 by n square sin n pi by 2 plus pi by n cos n pi by 2 plus 2 by n square sin n pi by 2. ഇവിടെ നോക്കുക, ഇവിടെ ഒരു മൈനസ് പൈ ബൈ എൻ കോസ് എൻ പൈ ബൈ 2 ഉണ്ട്. ഇവിടെ പ്ലസ് എൻ പൈ ബൈ എൻ കോസ് എൻ പൈ ബൈ 2 രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തുണ്ടാവും 1 by pi 2 by n square sin n pi by 2 plus 2 by n square sin n pi by 2 കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തുവരും 1 by pi into 4 by n square into sin n pi by 2. അപ്പോൾ ഇതാണ് നമ്മുടെ ബി എൻ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം, ഫോറിയർ സീരീസിന്റെ എക്സ്പാൻഷൻ ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity എ എൻ കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ്. ഇനി എ നോട്ടിൻ്റെ വാല്യൂ 0 പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity അല്ലേ, എ എൻ്റെയും വാല്യൂ 0 ആണ് കോസ് എൻ എക്സ് പ്ലസ് ബി എൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടി നമുക്ക് 4 by n square പൈ സൈൻ എൻ പൈ ബൈ 2 പിന്നെ ഇവിടെ ഒരു സൈൻ എൻ എക്സും കൂടി ഉണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതിൽ 4 അല്ല ഇതൊക്കെ 0 ആയിപ്പോയി. ഇപ്പോൾ സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity 4 by n square പൈ sin n pi by 2 into sin nx. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചെയ്ത് നോക്കുക.